ഡൽഹി പോലീസിന്റെ മുൻകൂർ അനുമതി തേടാതെ പാർലമെന്റ് മാർച്ച് നടത്താൻ പാറ്റക്കൂട്ടം. പാറ്റ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ചിനെ പരിപൂർണ പിന്തുണയുമായി ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. പൊളിഞ്ഞ സമരത്തിനും തകർന്ന സംഘടനയ്ക്കും ജീവൻ നൽകാൻ പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ അക്രമം അഴിച്ചുവിടാനാണ് സാധ്യത. ജന്തർ മന്ദറിൽ നിരാഹാര സമരവുമായി ഇറങ്ങിയിട്ടും സമരം കാര്യമായ പിന്തുണ നേടാത്ത സാഹചര്യത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചത്. പോലീസിന്റെ അനുമതി മുൻകൂറായി തേടാതെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റ് മാർച്ച് പ്രഖ്യാപനം നടത്തിയത്. അതേസമയം പോലീസാകട്ടെ മാർച്ച് കണക്കിലെടുത്ത് സുരക്ഷാ സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ പിന്തുണയ്ക്കുന്ന ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പാർലമെന്റ് മാർച്ചിൽ പരമാവധി ആളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം. അതേസമയം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജന്തർ മന്ദറിൽ നിന്ന് നീക്കിയ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുമതി തേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. സോനം വാങ്ചുക്കിനെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് അഭിജിത് ദീപ്കെയാണ് നിരാഹാര സമരം തുടരുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെയും കർഷക സമരക്കാരുടെയും ഒക്കെ പിന്തുണ അഭിജിത് ദീപ്കെ തേടിയിട്ടുണ്ട്. ഹിന്ദു ദേവീദേവന്മാരെ അപമാനിക്കുന്ന പരാമർശം അഭിജിത് ദീപ്കെയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാരോപിച്ച് അഭിജിത് ദീപ്കെയുടെ നേർക്ക് മഷിയേറുണ്ടായി. ജനം, ഡൽഹി.